ഹായ് കുട്ടികളെ, എല്ലാവരും പഠിക്കണമൊക്കെ അല്ലേ? ലോസ് ഓഫ് മോഷനിലെ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നുള്ള പോയിന്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്, അതുപോലെ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്, ഈ രണ്ട് പോയിന്റ്സാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യണത്. ആദ്യം നോക്കിയേ, എന്താണ് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്, എന്താണ് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നൊന്ന് നോക്കാം. റിലേറ്റീവ് വെലോസിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. റിലേറ്റീവ് വെലോസിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എവിടെ നിന്നാണോ നമ്മൾ റീഡിങ് എടുക്കുന്നത് അതാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. വെലോസിറ്റി നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ എവിടെ നിന്നിട്ടാണോ നമ്മൾ വെലോസിറ്റി മെഷർ ചെയ്യുന്നത് അതാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. നമ്മളവിടെ സ്റ്റില്ലായിട്ടുള്ള ഒരാൾ കാണുന്ന കാര്യങ്ങളെല്ലാം മൂവ് ചെയ്യുന്ന ഒരാൾ കാണുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ട്രെയിനിൽ നമ്മൾ പോകുമ്പോൾ മരങ്ങളൊക്കെ പിറകോട്ട് ഓടുന്നു എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലത്തെ ഒരു പോയിന്റ് തന്നെയാണ്. കാരണം ഇത് ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. ഫ്രെയിം ഓഫ് റെഫറൻസിന് രണ്ടായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്: ഇനേർഷ്യൽ, നോൺ ഇനേർഷ്യൽ. ഏതൊക്കെയാണ്? ഇനേർഷ്യൽ, നോൺ ഇനേർഷ്യൽ. എന്താണ് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്? നോൺ ആക്സിലറേറ്റിംഗ്. ഈ നോണും കൂടി മാറാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് മാറ്റി പിടിക്കാം. എന്താണ് ഫ്രെയിം ഓഫ് റെഫറൻസ് വിത്ത് യൂണിഫോം മോഷൻ, അങ്ങനെ പറയാം. ഫ്രെയിം ഓഫ് റെഫറൻസ് വിത്ത് യൂണിഫോം മോഷൻ ഓർ റെസ്റ്റ്, അറ്റ് റെസ്റ്റ്. അതായത് ഒന്നെങ്കിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഒരേ സ്പീഡ് പോകണം. അങ്ങനത്തെ ഫ്രെയിം ഓഫ് റെഫറൻസിനെയാണ് നമ്മൾ എന്താ പറയുക? ഇനേർഷ്യൽ ഫ്രെയിം. അപ്പോൾ ഇതെന്തായിരിക്കും? ആക്സിലറേറ്റിംഗ് ഫ്രെയിം. അപ്പോൾ നോണും ഇനേർഷ്യൽ ഇതും കൂടി മാറരുത്. ഞാൻ പറയാം ഫ്രെയിം ഓഫ് റെഫറൻസ് വിത്ത് യൂണിഫോം മോഷൻ ഓർ റെസ്റ്റ്, അതാണ് ഇനേർഷ്യൽ ഫ്രെയിം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രെയിൻ മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. എല്ലാവരും നോക്കിയാൽ നമ്മളൊരു ട്രെയിനിലാണ് നിൽക്കുന്നത്. അത് ഒരേ സ്പീഡിൽ ട്രാവൽ ചെയ്യാണ്, യൂണിഫോം മോഷനിൽ സ്ട്രെയിറ്റ് ലൈനിൽ ഒരേ സ്പീഡ് പോവുകയാണെങ്കിൽ നമ്മൾ ഇരിക്കുന്നത് ഒരു ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിലാണ്. ഇത് പറയുമ്പോൾ നമ്മളിനി ഈ പോയിന്റ് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ എന്താ വ്യത്യാസം നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യുക. അപ്പോൾ നമ്മൾ എവിടെയാണ് പറഞ്ഞത്? ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിലാണ്. ഇവിടെ ന്യൂട്ടൺസ് ലോ എന്താണ്? ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ഹോൾഡ് ഗുഡ്. അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? കറക്റ്റായി വരുന്നത്, പ്രത്യേകിച്ച് നമ്മൾ മാറ്റങ്ങളൊന്നും വരുത്താതെ കറക്റ്റായി വരുന്നത് എവിടെയാണ്? ഈ ഫ്രെയിമിലാണ്. ന്യൂട്ടൺസ് ലോ ഒക്കെ കറക്റ്റായിട്ട് വരുന്നത് നേരെ അങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയത് എവിടെയാണ്? ഇനേർഷ്യൽ ഫ്രെയിമിലാണ്. ഇതുവരെ നമ്മൾ പഠിച്ച ലോകളൊക്കെ നേരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇനേർഷ്യൽ ഫ്രെയിമിലാണ്. പറഞ്ഞ് മനസ്സിലാവുണ്ടോ? അപ്പോൾ നമ്മൾ ലോസ് ഓഫ് മോഷൻ്റെ അണ്ടറിലാണ് ഈ പോയിന്റ്സ് ഒക്കെ വരുന്നത്, അതായത് ന്യൂട്ടൺസ് ലോൻ്റെ അണ്ടറിൽ. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എവിടെയാണ്? ഇനേർഷ്യൽ ഫ്രെയിമിലാണ്. അതിലെ 6th പോയിന്റാണ് നമ്മൾ പറഞ്ഞിട്ടാ. 2nd ലോ 3rd ലോ നമ്മൾ പറഞ്ഞു, അതിലെ 6th പോയിന്റാണ് ഈ ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ഇനി നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്തായിരിക്കും? നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്താണ്? ആക്സിലറേറ്റിംഗ് ഫ്രെയിം. ഏതാണ്? ആക്സിലറേറ്റിംഗ് ഫ്രെയിം. നമ്മൾ ഇരിക്കുന്നത് ഒരു ആക്സിലറേഷൻ ഉള്ള കാറിലാണെങ്കിൽ നമ്മളൊരു നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിലാണ്. നമ്മൾ ഇരിക്കുന്നത് ആക്സിലറേറ്റിംഗ് ട്രെയിനാണ്, എന്ന് വെച്ചാൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രെയിൻ പുറപ്പെടുകയാണ്, അതിന് ആക്സിലറേറ്റ് ചെയ്ത് പോകും. ഇനി ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിൻ വരികയാണ്, സ്റ്റേഷനിലേക്ക് ട്രെയിൻ വരികയാണെങ്കിൽ അത് ബ്രേക്ക് ഇട്ടാണ് വരുന്നത്, അതും ആക്സിലറേറ്റഡ് ആണ്. റിട്ടാർഡേഷൻ ആണെന്നുള്ളൂ, അതും ആക്സിലറേറ്റിംഗ് ഫ്രെയിമാണ്. പിന്നെ നമ്മൾ ലിഫ്റ്റ് താഴോട്ട് ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്, താഴോട്ട് ഒരേ സ്പീഡിലല്ല വരുന്നത്, സ്പീഡ് കൂടി വരികയാണ്, അല്ലെങ്കിൽ മുകളിലോട്ട് സ്പീഡ് കൂടി പോവാണ്, അതൊക്കെ ആക്സിലറേറ്റിംഗ് ഫ്രെയിമാണ്. ഓക്കെ, നമ്മൾ എർത്ത് ഒരു ആക്സിലറേറ്റിംഗ് ഫ്രെയിമാണ്, എന്നിട്ട് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ ആക്സിലറേഷൻ വരുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ആക്സിലറേറ്റിംഗ് ഫ്രെയിമിനെയാണ് നമ്മൾ എന്താ പറയുക? നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. എന്താണ് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്? ആക്സിലറേറ്റിംഗ് ഫ്രെയിം. എന്താണ്? ആക്സിലറേറ്റ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണിത്. ഓക്കെ, എക്സാമ്പിൾ എന്താ നമ്മൾ പറയാ? എന്താണ്? ആക്സിലറേറ്റിംഗ് കാർ. ഇനി ട്രെയിൻ വെച്ച് പറയുകയാണെങ്കിൽ ട്രെയിൻ സ്റ്റാർട്ടിങ് ഫ്രം സ്റ്റേഷൻ, അല്ലെങ്കിൽ ട്രെയിൻ എന്താണ് കമ്മിങ് ടുവാർഡ് സ്റ്റേഷൻ, ഒക്കെ നമുക്ക് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. നെക്സ്റ്റ്,
ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോയിന്റ് ഉണ്ടായിരുന്നു, ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ഹോൾഡ് ഗുഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അതേപോലെ ഇവിടെ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ അത് നേരെ അപ്ലൈ ചെയ്യാൻ പറ്റൂല. അതായത് നിങ്ങൾ നോക്കിയേ, നമ്മൾ ചില കേസിൽ എന്താ വെച്ചാൽ നമ്മളെ ബോഡിയിൽ ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും, നമ്മളെ ബോഡി ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്തില്ലെങ്കിൽ ചില ഒബ്ജക്റ്റ് മൂവ് ചെയ്യും, ചില ഒബ്ജക്റ്റ് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഫോഴ്സ് ഇല്ലാതെ എങ്ങനെയാണ് മൂവ് ചെയ്യുക, റെസ്റ്റിൽ നിന്ന് എങ്ങനെയാണ് മോഷനിലേക്ക് മാറുക എന്നൊക്കെയുള്ള പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ ഒരു ക്രൈസിസ് വരിക. എന്താണ് ഞാൻ പറഞ്ഞത്, ന്യൂട്ടൺ ലോ വെച്ചിട്ട് എന്താണ്, ഫോഴ്സ് ഉണ്ടെങ്കിലല്ലേ റെസ്റ്റ് നിന്ന് മോഷനിലേക്ക് മാറുള്ളൂ. ബട്ട് ഇവിടെ ഈ ഒരു ആക്സിലറേറ്റിംഗ് കാറിൽ നോക്കിയാൽ ചിലപ്പോൾ നമ്മളൊരു കാറിൽ ഇങ്ങനെ ഒരു പെൻഡുലം തൂക്കിയിട്ട് വിചാരിക്കാം, നമ്മൾ ഭംഗിക്ക് ഓരോന്ന് തൂക്കിയിട്ട് വിചാരിക്കാം. കാർ ആക്സിലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ നിൽക്കും. മുന്നോട്ട് ആക്സിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കിലോട്ട് ഇങ്ങനെ നിൽക്കും. ശരിക്കും ആക്ച്വലി നമ്മൾ അതിന് ഫോഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല, ബട്ട് അത് എന്തുകൊണ്ട് അങ്ങോട്ട് മൂവ് ചെയ്തു? അപ്പോൾ ഫോഴ്സ് കൊടുക്കാതെ എങ്ങനെ മൂവ് ചെയ്തു, എങ്ങനെ റെസ്റ്റ് നിന്ന് മോഷനിലേക്ക് മാറി, എന്തുകൊണ്ട് അത് ഇങ്ങനെ നിൽക്കുന്നു? അപ്പോൾ അവിടെ നമ്മൾ ഒരു ഫോഴ്സിനെ കൺസിഡർ ചെയ്യണം. ആ ഫോഴ്സിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ന്യൂട്ടൺസ് ലോ എന്തായാലും കറക്റ്റായി. ആ ഫോഴ്സിൻ്റെ പേരാണ് സ്യൂഡോ ഫോഴ്സ്. എന്താ പറയുക, സ്യൂഡോ മീൻസ് എന്താണ്, അത് തോന്നലാണ്, ശരിക്കും ഇല്ലാത്തത്, മിഥ്യ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ സ്യൂഡോ പറഞ്ഞത്. സ്യൂഡോ ഫോഴ്സ് കൺസിഡർ ചെയ്യേണ്ടി വരും. എന്താണ്, വി ഹാവ് ടു കൺസിഡർ എന്ത് ഫോഴ്സാണ്, സ്യൂഡോ ഫോഴ്സ്. എന്താ സ്യൂഡോ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെ ഉണ്ട്, അത് സ്യൂഡോ ആണ്, സ്യൂഡോ ഫോഴ്സ്. ഇവിടെ നമ്മൾ സ്യൂഡോ ഫോഴ്സ് കൺസിഡർ ചെയ്യണം. ന്യൂട്ടൻ്റെ ലോ ഒക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ സ്യൂഡോ ഫോഴ്സ് കൺസിഡർ ചെയ്യണം. എന്താണ് സ്യൂഡോ ഫോഴ്സ് ഞാൻ പറയാൻ പോവാണ്, ശരിക്കും ശ്രദ്ധിച്ചിരിക്കുക. റിലേറ്റീവ് മോഷൻ കണ്ടവർക്ക് ഇത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും. നോക്കുക, നമ്മൾ ട്രെയിനിലൊരു ബോഗിയാണത്, മുന്നോട്ട് ആക്സിലറേറ്റ് ചെയ്യുന്നു. ഈ ട്രെയിൻ ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്, ഓക്കെ, ട്രെയിൻ ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടെ നിൽക്കുന്ന ആൾ സാധാരണ ഈ ട്രെയിനിന് വെലോസിറ്റി ഉണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യാറ്, നമ്മൾ കാണുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കാണുന്ന കാഴ്ചകൾ, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രെയിനിൻ്റെ വെലോസിറ്റി മൈനസ് ചെയ്യായിരുന്നു. നോക്കി ഓർമ്മയില്ലേ, ട്രെയിൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു, +60 മുന്നോട്ട് പോകുന്നു. നമ്മളെന്താ ചെയ്യുക, നമ്മൾ തൊട്ടടുത്ത ആളും +60 പോകുന്നുണ്ടല്ലോ, ബട്ട് അയാളെ 60 നമ്മൾ എന്ത് ചെയ്യും, ഈ ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ ട്രെയിനിൻ്റെ 60 നമ്മൾ മൈനസ് ചെയ്യും. ഫ്രെയിം ഓഫ് റെഫറൻസ് അല്ലെങ്കിൽ നമ്മളെ വെലോസിറ്റി നമ്മൾ എന്ത് ചെയ്യും, മൈനസ് ചെയ്യും. അപ്പോൾ എത്ര വരിക, 60 - 60 0. അയാൾ റെസ്റ്റിലാണ്. പുറത്തൊരു മരം നിൽക്കും, നമ്മളത് ഡിസ്കസ് ചെയ്താണ്, പുറത്തൊരു മരം നിൽക്കണ്ടേ, ആ മരത്തിൻ്റെ വെലോസിറ്റി ആക്ച്വലി 0 ആണ്. ബട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ ഫ്രെയിമിൻ്റെ വെലോസിറ്റി മൈനസ് ചെയ്യുന്നു. നമ്മളെ ഫ്രെയിമിൻ്റെ വെലോസിറ്റി പറയുമ്പോൾ 60 അല്ലേ, അത് മൈനസ് ചെയ്തു. അപ്പോൾ 0 - 60 എത്രയായി, -60 ആയി. ഓരോരുത്തർ കൂടി പറയാം, ഇതിന് വെലോസിറ്റി ആക്സലേഷൻ അവിടെ നിൽക്കട്ടെ. നമ്മളിതിൻ്റെ വെലോസിറ്റിൻ്റെ കേസ് മനസ്സിലാക്കുക ആദ്യം, ശരിക്കും ശ്രദ്ധിക്കട്ടെ. ട്രെയിന് ഇതിന് വെലോസിറ്റി ഉണ്ട്, ഇത് 60 ആണ്. നമ്മൾ എന്താ ചെയ്യുക പറയും, ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, ഇയാൾ 60 അല്ലേ, നമ്മളൊക്കെ 60 ആയിരിക്കും, ഈ 60 പോണ എല്ലാവരും 60 ആയിരിക്കും. ഇനി പറയും, ഇവിടെ അതേ ഒരു മരം നിൽക്കുന്നുണ്ട്, ഒരു ട്രീ, നമ്മൾ ഡിസ്കസ് ചെയ്താണ്, എവിടെ മരമാണ് കേട്ടോ. പറഞ്ഞേ, ഇയാളെ വെലോസിറ്റി എത്ര ആയിരിക്കും, ഇയാൾ ഒബ്സർവർ ഇതാണ്, ഒബ്സർവർ ഇയാളെ വെലോസിറ്റി എത്ര ആയിട്ടാണ് കാണുക, പറയും, 0 ആയിരിക്കും. ഇയാളെ വെലോസിറ്റി എത്ര, ഈ 60 എന്ത് ചെയ്യും, ഇയാളെ അല്ലെങ്കിൽ ഫ്രെയിമിൻ്റെ 60 നമ്മൾ മൈനസ് ചെയ്യൂലേ, ഈ ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ വെലോസിറ്റി മൈനസ് ചെയ്യും. അപ്പോൾ 60 - 60 എത്ര വരിക, 0 ആയിരിക്കും. എത്ര വരിക, 0. അത് ഇയാൾ കാണുന്ന വെലോസിറ്റി 0 ആണ്, ഇയാൾ റെസ്റ്റിലാണ്, ശരിയല്ലേ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ റെസ്റ്റിലല്ലേ. ഇനി ഈ മരം എന്താ ചെയ്യാൻ നോക്കിയേ, ഈ മരം ഇത് 0 ആണ്, ഈ 0 എന്ത് ചെയ്യും, നമ്മൾ ഈ 60 ട്രെയിനിൻ്റെ ഈ ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ വെലോസിറ്റി മൈനസ് ചെയ്യും. ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ വെലോസിറ്റി മൈനസ് ചെയ്തു, 0 - 60 എത്ര, -60 ആയി. എന്ന് വെച്ചാൽ ഇത് ഇങ്ങോട്ട് പോണ പോലെ തോന്നും, +60 അങ്ങോട്ടാണെങ്കിൽ -60 ഇങ്ങോട്ട്, ഇത് +60 ആണ്. ബട്ട് ട്രീക്ക് എന്താ ഉള്ളത്, -60. മരങ്ങൾ പിന്നോട്ട് ഓടുന്നു, മനസ്സിലാവണ്ട, ഇയാൾ റെസ്റ്റിലാണ് അല്ലേ, നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ റെസ്റ്റിലാണ്. കാരണം ആ 60 ഇയാൾക്ക് ഓൾറെഡി 60 ഉണ്ട്, 60ന് ട്രെയിനിൻ്റെ ഈ 60 മൈനസ് ചെയ്തപ്പോൾ 60 - 60 എത്ര, 0. മരത്തിനോ 0 - 60 -60, ഓക്കെ അല്ലേ. അപ്പോൾ ഇനി ഇവ നമ്മൾ വെലോസിറ്റിൻ്റെ കാര്യം പറഞ്ഞു, ഇതേപോലെ നമ്മൾ ഇത് ആക്സിലറേഷൻ ആണെങ്കിൽ ഈ വെലോസിറ്റി കാര്യം എന്താ വരിക, ആക്സിലറേഷൻ ആണെങ്കിൽ ആ ആക്സിലറേഷൻ നമ്മൾ എല്ലാത്തിൽ നിന്നും മൈനസ് ചെയ്യും. ആക്സിലറേഷൻ നമ്മൾ എല്ലാത്തിൽ നിന്നും എന്ത് ചെയ്യും, മൈനസ് ചെയ്യും, എല്ലാത്തിൽ നിന്നും മൈനസ് ചെയ്യും. ദെൻ നമ്മൾ വെലോസിറ്റിയിൽ എന്താണോ ചെയ്തത് അതേ പണി നമ്മൾ എന്ത് ചെയ്യും, മൈനസ് ചെയ്യും. ഞാൻ പറഞ്ഞുതരാം,
ഇവിടെ നമ്മൾ ഇനി ഒരു പെൻഡുലം ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പെൻഡുലം തൂക്കിയിട്ടുണ്ട്, ട്രെയിനിൽ ഇങ്ങനെ ഒരു പെൻഡുലം ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് അങ്ങോട്ട് പോണ സമയത്ത് തിരിച്ച് നമ്മൾ മൈനസ് ചെയ്യാൻ നമ്മൾ എന്താ സാധാരണ ചെയ്യുക, വെക്ടറുകൾ എന്താ ചെയ്യുക, ഓപ്പോസിറ്റ് ആഡ് ചെയ്യല, ഇങ്ങോട്ടൊരു ആക്സലേഷൻ നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ഒരു ആക്സലേഷൻ ഉണ്ടെങ്കിൽ ഇതിന് മാസ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും, ഇതിന്മേൽ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്. ഈ ഫോഴ്സ് എത്രയാണ്, -m ആണ്. ഇത് +m ആണെങ്കിൽ ഇത് -m ആണ്. എന്ന് വെച്ചാൽ ഈ ഫോഴ്സിന് നമ്മൾ എന്താ പറയുക, സ്യൂഡോ ഫോഴ്സ്. എന്താ പറയുക, സ്യൂഡോ ഫോഴ്സ്. എന്താണ് സ്യൂഡോ ഫോഴ്സ് പറയാം? നമ്മൾ ആക്ച്വലി എന്താ ചെയ്യുക, ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ ആക്സലറേഷൻ എല്ലാത്തുനിന്നും മൈനസ് ചെയ്യും. നമ്മൾ ഒബ്സർവർ ആണ്, നമ്മളെ പണി എന്താണ്, അവിടെ ഈ ഫ്രെയിം ഓഫ് റെഫറൻസിന് ആക്സലറേഷൻ ഉണ്ട്, മുന്നോട്ട് പോവാണ്, ആക്സലറേഷൻ ഉണ്ട്. ആ ആക്സലറേഷൻ നമ്മൾ എല്ലാത്തുനിന്നും മൈനസ് ചെയ്യും. അപ്പോൾ ഇതിവിടെ വേറെ ഫോഴ്സസ് ഒന്നും ഇല്ല ഇതിന്മേൽ, നമ്മൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്തു. മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വെക്ടർ ആഡ് ചെയ്യാണ്. അങ്ങനെ ആഡ് ചെയ്ത് പുറകിലോട്ടൊരു ആക്സലറേഷൻ കൊടുത്തു. അപ്പോൾ അതുപോലെ ഫോഴ്സ് ഉണ്ട്. ഈ ഫോഴ്സിനെ നമ്മൾ എന്ത് വിളിക്കുക, സ്യൂഡോ ഫോഴ്സ്. എന്താ വിളിക്കുക, സ്യൂഡോ ഫോഴ്സ്. ഈ ഫോഴ്സ് കാരണമാണ് ഈ പെൻഡുലം ഇങ്ങനെ ആവുക. മനസ്സിലായോ, സ്യൂഡോ ഫോഴ്സ്. വേറൊരു സ്യൂഡോ ഫോഴ്സ്, ഇത് ഓക്കെ അല്ലേ? വേറൊരു സ്യൂഡോ ഫോഴ്സ് ആണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. എന്താ പറയാ, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഇങ്ങനെ കറങ്ങാണ് ഒരു ഒബ്ജക്റ്റ്, ഒരു കല്ല് കെട്ടി നമ്മളിങ്ങനെ കറക്കണ സമയത്ത് നോക്കിയേ, ഇതിന് ആക്സലേഷൻ ഉണ്ടോ ഇല്ലേ? ആക്സലേഷൻ ഉണ്ട്, സെൻട്രലിലേക്ക് ആക്സലേഷൻ ഉണ്ട്. നമ്മളിങ്ങനെ ആക്സലേഷൻ ഉണ്ട്, ഇതേ നോക്കിയേ, ഇങ്ങോട്ട് ആക്സലേഷൻ. ഇതിന് നമ്മൾ എന്താ പറയാ, AC, സെൻട്രിപെറ്റൽ ആക്സലേഷൻ ഇല്ലേ, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്. ഏതാണ്, m×AC അല്ലെ, mv²/r സെൻട്രിപെറ്റൽ ഫോഴ്സ്. അത് റിയൽ ഫോഴ്സ് ആണ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് റിയൽ ഫോഴ്സ് ആണ്. നമ്മൾ ആ കയറിൻ്റെ ടെൻഷനൊക്കെ ആയിട്ട് ആക്ട് ചെയ്യും. ഇനി ശ്രദ്ധിക്കുക, ഇതൊരു ആക്സലറേറ്റിംഗ് ഫ്രെയിമാണ്. അങ്ങനെ വെച്ചാൽ എന്താണ്, ഇത് ഡയറക്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെലോസിറ്റി ഡയറക്ഷൻ മാറുമ്പോൾ ആക്സലറേഷൻ ഉണ്ട് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈ ആക്സലറേറ്റിംഗ് ഫ്രെയിമിൻ്റെ നമ്മൾ കാണുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ നമ്മളിതൊരു കാറാണ്, ഇങ്ങനെ റൗണ്ടിൽ കറങ്ങാണ് വിചാരിക്കുക. നമ്മളെന്താ ചെയ്യുക, ഒരു കാറ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇരിക്കുകയാണ്. ഇത് കാറ് നമ്മളിങ്ങനെ റോട്ടിൽ ഇങ്ങനെ കറങ്ങണം, റൗണ്ടിൽ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് എന്താണ് ഉണ്ടാവുക, നമ്മൾ ഈ ആക്സലേഷൻ ഇതല്ലേ, ഫ്രെയിം ഓഫ് റെഫറൻസ് ആക്സലേഷൻ ഇങ്ങോട്ടല്ലേ, അത് നമ്മൾ മൈനസ് ചെയ്യും. അപ്പോൾ ഇങ്ങോട്ടിട്ട് ആക്ട് ചെയ്യും. കണ്ടാ, അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഓപ്പോസിറ്റ് ആഡ് ചെയ്താൽ മൈനസ് ആയില്ലേ, അങ്ങോട്ട് ആഡ് ചെയ്യും. എന്ന് വെച്ചാൽ ഇതിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇങ്ങോട്ടൊരു ഫോഴ്സ് ഫീൽ ചെയ്യും. അതാണെന്ത്, സ്യൂഡോ ഫോഴ്സ്. നമ്മൾ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ആവും, പുറത്തേക്ക് തെറിച്ചു പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും ഇല്ലേ. മാരി ഗോ അറൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിലൊക്കെ ഉണ്ടാവില്ല, എക്സിബിഷനിലൊക്കെ ഇങ്ങനെ കറങ്ങണ കണ്ടില്ലേ, പാർക്കിലൊക്കെ, ചിൽഡ്രൻ പാർക്കിൽ ഇങ്ങനെ കറങ്ങുമ്പോൾ നമ്മളത് ദൂരേക്ക് ഇങ്ങനെ ആയിട്ടുണ്ടാവും. ഇങ്ങനെ അത് തൂങ്ങി കിടക്കുന്ന സംഭവം ഇങ്ങനെ പുറത്തേക്ക് സ്ട്രെച്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് സംഭവം മനസ്സിലായോ? ഒരു വട്ടം കൂടി പറയാം, സ്യൂഡോ ഫോഴ്സ്. എന്താ പറയുക, സ്യൂഡോ ഫോഴ്സ്. അതായത് റിയൽ അല്ലാത്ത ഫോഴ്സ് ആണ്. സ്യൂഡോ ഫോഴ്സ് എവിടെയാണ് അപ്പിയർ ചെയ്യുക, എവിടെയാണ് നമുക്ക് സ്യൂഡോ ഫോഴ്സിനെ കാണാൻ പറ്റുക, നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൽ. എവിടെയാണ്, നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൽ. എന്ന് വെച്ചാൽ ആക്സിലറേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസിൽ ആണ് നമുക്ക് സ്യൂഡോ ഫോഴ്സിനെ കാണാൻ പറ്റുക. എവിടെ നിന്നാണ് ഈ സ്യൂഡോ ഫോഴ്സിൻ്റെ ഒറിജിൻ, എങ്ങനെയാണ് അത് വന്നത്? നമ്മൾ പറഞ്ഞിട്ട് ഫ്രെയിം ഓഫ് റെഫറൻസിന് എന്ത് ആക്സിലറേഷൻ ഉണ്ടോ അത് നമ്മൾ മൈനസ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ഇവിടേക്കൊരു ആക്സിലറേഷൻ അത് മൈനസ് ചെയ്യാൻ ശ്രമിച്ചതാണ്. ഇത് നെഗറ്റീവ് ഇട്ട് നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഫോഴ്സിന് ഇത് ആക്സലേഷൻ ആണ്. ഈ ആക്സലേഷൻ ഇൻറ്റു മാസ് എന്തായി, ഫോഴ്സ് ആയില്ല. ആ ഫോഴ്സിന് നമ്മൾ എന്താ പറയുക, സ്യൂഡോ ഫോഴ്സ്. ഓക്കെ, ഇനിയും നമ്മൾ ഓരോ സ്യൂഡോ ഫോഴ്സിനെ പറ്റി പഠിക്കുകയാണ്. അടുത്തൊരു കേസ് നോക്കി, അപ്പാരന്റ് വെയിറ്റ് ഇൻ എ ലിഫ്റ്റ്. ഇതും കൂടി വരുമ്പോൾ സ്യൂഡോ ഫോഴ്സിനൊക്കെ ഒന്നും കൂടി ക്ലിയർ ആയിരിക്കും. ഒരു ലിഫ്റ്റ്, ശരിക്കും ശ്രദ്ധിക്കട്ടെ, ഒരു ലിഫ്റ്റ്. ഇവിടെ ഒരാൾ ഇങ്ങനെ നിൽക്കുന്നു. ഓക്കെ, ഇയാളെ വെയിറ്റ് mg താഴോട്ട്. വെയിറ്റ് എത്രയാണ്, mg താഴോട്ട്. ശരിയല്ലേ? ഇയാളെ വെയിറ്റ് ആട്ടോ, ലിഫ്റ്റിൻ്റെ വെയിറ്റ് അല്ലേ, ഇയാളെ വെയിറ്റ് ആണ് mg ഡൗൺവാർഡ്. ശരിയാണോ? നെക്സ്റ്റ്, ഈ ഇത് ലിഫ്റ്റാണ്. ഇതിങ്ങനെ മുകളിലോട്ട് ആക്സലറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ലിഫ്റ്റിന് എന്തുണ്ട്, മുകളിലോട്ട് ആക്സലേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരേ സ്പീഡ് ലിഫ്റ്റ് ഇങ്ങനെ പൊങ്ങാണെന്നല്ല അർത്ഥം, സ്പീഡ് കൂടി 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 പോകുന്നു. ഓക്കെ, മുകളിലോട്ട് ആക്സലേഷൻ ഉണ്ട്, അപ്വാർഡ് ആക്സലേഷൻ ഉണ്ട്. ഇനി ഇയാൾ നിൽക്കുന്നത് എന്ത് ഫ്രെയിമിലാണ്, ഇനേർഷ്യൽ, നോൺ ഇനേർഷ്യൽ? ഏതാ പറഞ്ഞേ, ആക്സിലറേറ്റിംഗ് ഫ്രെയിമാണ്. നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിലാണ് അയാൾ ഇരിക്കുന്നത്. എവിടെയാണ്, നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൽ. അങ്ങനെയാണെങ്കിൽ ഇയാൾ എന്താ ചെയ്യുക, ഈ ഫ്രെയിമിൻ്റെ ആക്സലേഷൻ മൈനസ് ചെയ്യേണ്ടേ, മൈനസ് ചെയ്യാന്നാണ് ഓപ്പോസിറ്റ് ആഡ് ചെയ്യേണ്ടേ. എന്ന് വെച്ചാൽ ഇങ്ങനെ വരും, എ ഇങ്ങോട്ട് വരും, അപ്പോൾ m × a വരും. എ ഇങ്ങോട്ട് ആഡ് ചെയ്താണ്, അപ്പോൾ മാസ് വരുമ്പോൾ ഫോഴ്സ് ആകുമ്പോൾ എന്താണ്, m × a വരുന്നില്ലേ.
ഇയാളുടെ ടോട്ടൽ ഫോഴ്സ് അപ്പാരന്റ് വെയിറ്റ് എത്രയായിരിക്കും? സാധാരണ വെയിറ്റ് mg ആണ്, ഇവിടെ പക്ഷെ എന്താണ് mg പ്ലസ് എം എ ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താണ് mg m ഇൻറ്റു ജി പ്ലസ് എ. വെരി ഇമ്പോർട്ടൻറ്റ്. നോക്കിയേ എന്താണ് സംഭവം പറയും. മുകളിലോട്ട് ആക്സലറേറ്റ് ചെയ്യുന്ന ലിഫ്റ്റിലാണ്, നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിലാണ്. അങ്ങനെ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിലുള്ള ഒരാൾ എന്താണ് ചെയ്യുക? ഇതിൻ്റെ ആക്സലേഷൻ എന്ത് ചെയ്യും? ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ ആക്സലേഷൻ മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യും. നമ്മൾ വെലോസിറ്റി ഒക്കെ മൈനസ് ചെയ്ത പോലെ ഇതും മൈനസ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ നെഗറ്റീവ് ഇട്ട് ആഡ് ചെയ്തു. മൈനസ് ചെയ്യാൻ ഇനി കുറക്കാൻ ഇതേ ചെയ്യുള്ളൂ. ഇപ്പുറത്തേക്ക് എ ടു കഴിഞ്ഞാൽ പിന്നെ മാസ് എന്താണ്? മാസിൻ്റെ ആക്സലേഷൻ ഫോഴ്സ് ആയി. അപ്പോൾ നമ്മൾ ഫോഴ്സ് ഇവിടെ പറഞ്ഞുകൊണ്ടാണ് ഫോഴ്സിൻ്റെ ടേമിൽ എഴുതി. ഓക്കെ, അപ്പോൾ ജി പ്ലസ് സി ആണ് താഴോട്ടുള്ള ആക്സലേഷൻ. അപ്പോൾ വെയിറ്റ് എത്രയായി? എം ഇൻറ്റു ജി പ്ലസ് സി. ഇയാൾക്ക് വെയിറ്റ് കൂടുതൽ ഫീൽ ചെയ്യും. ഓക്കെ, നമ്മൾ എന്തിലാണോ അയാൾ ചവിട്ടി നിൽക്കുന്നത് അവിടെ നമ്മൾ കൂടുതൽ പ്രസ്സാവും. അപ്പോൾ കൂടുതൽ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യും. വെയിറ്റ് ഫീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന റിയാക്ഷൻ. നമ്മൾ കൂടുതൽ ഈ ഫ്ലോറിലേക്ക് പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ഫ്ലോർ കൂടുതൽ റിയാക്ഷൻ ഫോഴ്സ് നമുക്ക് തരും. നമുക്ക് എന്താകും? കൂടുതൽ വെയിറ്റ് ഫീൽ ചെയ്യും. വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഉണ്ട് വെച്ചിട്ട് നമുക്ക് ഫീൽ ചെയ്തോണമെന്നില്ല. ഒരു എക്സാമ്പിൾ ശ്രദ്ധിച്ചേ. ഒരാൾ താഴോട്ട് ഫ്രീ ഫോളിലാണ്, അയാൾക്ക് വെയിറ്റ്ലെസ്നെസ് ഉണ്ടാവും, വെയിറ്റ് ഫീൽ ചെയ്യൂല. ആക്ച്വലി വെയിറ്റ് ഉണ്ടോ? ഉണ്ട്. ഇതേ ഒരാൾ ഇങ്ങനെ വീഴുന്നു. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട സംഭവം കേട്ടോ. ഇത് നമ്മൾ സാറ്റലൈറ്റിൻ്റെ കേസിലൊക്കെ ഇങ്ങനത്തെ കേസ് വരുന്നുണ്ട്. ഫ്രീ ഫോളിൽ ഇങ്ങനെ വീഴുകയാണ്, ഭൂമിയിലേക്ക് വീഴുകയാണ്. വെയിറ്റ് ഉണ്ടോ? ഇല്ലേ. നമുക്ക് ശരിക്കും എന്താണ് mg വെയിറ്റ് ഉണ്ട്. വെയിറ്റ് ഇയാളെ ഭൂമി അട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, എർത്ത് അട്രാക്ട് ചെയ്യുന്നുണ്ട്, mg വെയിറ്റ് ഉണ്ട്. പക്ഷെ ഇയാൾക്ക് ഫീൽ ചെയ്യില്ല. കാരണം ഇയാൾക്ക് ഇവിടെ എന്തില്ല? ഇവിടെ റിയാക്ഷൻ ഫോഴ്സ് കിട്ടണില്ല. ഇവിടെ ഒരു ഫ്ലോറിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ mg ഇങ്ങോട്ടുണ്ട്, റിയാക്ഷൻ ഫോഴ്സ് നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. ആ സമയത്ത് നമുക്ക് എന്ത് ഫീൽ ചെയ്യും? നമ്മൾ ഫീലിംഗ് ആണ് ഞാൻ പറഞ്ഞത്. നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്യും. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്കല്ല വെയിറ്റ് ഉണ്ട്. കാരണം എന്താ? ഈ ഒരു ഫ്ലോർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് എന്നെ റിയാക്ഷൻ ഫോഴ്സ് തരുന്നുണ്ട്. അതിങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. ആ റിയാക്ഷൻ ഫോഴ്സ് തരുന്നതുകൊണ്ടാണ് ഞാൻ താഴോട്ട് പോവാത്തത്. ഓക്കെ, അപ്പോൾ ആ വെയിറ്റിനനുസരിച്ച് നമ്മൾ അങ്ങനെ താഴോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്യില്ല. നമ്മളൊരാൾ റിയാക്ഷൻ ഫോഴ്സ് തരുമ്പോൾ മാത്രമാണ് നമുക്ക് ആ വെയിറ്റ് ഫീൽ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? വെയിറ്റ് ഫീൽ ചെയ്യുന്ന അപ്പോഴാണ്. വെയിറ്റ് ഉണ്ടോ ഇല്ല എന്നല്ല, വെയിറ്റ് ഫീൽ ചെയ്യുന്നത് അപ്പോഴാണ്. റിയാക്ഷൻ ഫോഴ്സ് തരുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക? വെയിറ്റ് ഫീൽ ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മൾ ഈ മാർക്കർ നമ്മൾ അങ്ങോട്ട് വിട്ടു, ഇത് താഴോട്ട് ഇങ്ങനെ പോവുകയാണ്. ഇതിന് വെയിറ്റ് ഫീൽ ചെയ്യില്ല. ഞാൻ ഇങ്ങനെ പിടിച്ച് ചോദിക്കുകയാണ് വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ടോ ചോദിച്ചത് എന്താ പറയുക? വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താ? ഞാനിപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. mg താഴോട്ടുണ്ട്, ബട്ട് താഴോട്ട് പോകണ്ടോ? ഇല്ല. ഇത് ഞാൻ എൻ്റെ റിയാക്ഷൻ ഫോഴ്സ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. റിയാക്ഷൻ ഫോഴ്സ് മേലൊക്കെ ഉണ്ട്. എന്നിട്ട് ഈ കൈയായിട്ട് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫോഴ്സ്, അതാണ് റിയാക്ഷൻ ഫോഴ്സ് ഇവിടെ. അത് മുകളിലോട്ടുണ്ട്. പിന്നെ നെറ്റ് ഫോഴ്സ് എന്തായി? 0 ആയി. ഇത് റെസ്റ്റിലാണ്. എന്തായാലും ഇതിനെ വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ടോ വെച്ചത് വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ് പറയാം. ഇതേപോലെ നമുക്കും ഫീൽ ചെയ്യണം. എങ്ങനെ പറഞ്ഞത്? ഇപ്പം നോക്കിയേ, ഇയാൾ ഇതിമ്മ കൂടുതൽ പ്രസ് ചെയ്യുന്നുണ്ട്, കൂടുതൽ റിയാക്ഷൻ ഫോഴ്സ് ഉണ്ട്. അതാണ് ഞാൻ 6 നോക്കട്ടത്. റിയാക്ഷൻ ഫോഴ്സ് നോക്കിയാൽ മേലൊക്കെ എന്താ വരിക? mg പ്ലസ് എം എൽ വരിക. താഴോട്ട് എത്ര ഉണ്ട് അത്രയും മേലൊക്കെ ഈ ഫ്ലോർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ mg പ്ലസ് എം എ വരും. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടെ നമ്മളൊരു ബാലൻസ്, നിലത്ത് ഇങ്ങനെ ഒരു വെയിറ്റ് ചെയ്യുന്ന ബാലൻസ് വെച്ചിട്ട് അതിന്മേലാണ് നമ്മൾ നിൽക്കുന്നത് വിചാരിക്കുക. നമ്മൾ വെയിറ്റ് കൂടുതൽ കാണിക്കും, നമ്മളത് പ്രോബ്ലം ആയിട്ട് ചെയ്യും. ഇവിടെ തന്നെ വേണമെങ്കിൽ നമുക്ക് കാണിച്ചു തരാം. ഇയാളെ മാസ് 50 ആണ് വിചാരിക്കുക, 50 കിലോഗ്രാം ആണ്. എത്ര ആയിരിക്കും? ഇപ്പോൾ ആക്സലേഷൻ ഒരു 5 ആണ്, 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. എത്ര ആയിരിക്കും വരിക ഇയാളെ വെയിറ്റ്? 50 ഇൻറ്റു ഇത് G10 അല്ലേ, 10 എടുത്തു, അത് 5 ആണ്. എത്ര വരിക? 15 വരും. എത്ര വരിക? 15 5 എത്ര? 75 അല്ലേ വരിക. അപ്പോൾ 750 ന്യൂട്ടൺ. ശരിയാണോ? ശരിക്കും 500 ന്യൂട്ടനാണ് ഉണ്ടാവുക. 50 കിലോഗ്രാം ഉള്ള ഒരാൾ 500 ന്യൂട്ടനാണ്. ബട്ട് ഇവിടെ എത്ര നോക്കിയാൽ 750 ന്യൂട്ടൺ വന്നു. വെയിറ്റ് കൂടി. നമ്മൾ ഈ മുകളിലോട്ട് പോണ ഇതുണ്ടല്ലോ, സ്പേസ് എന്താ പറയുക, സ്പേസ് ഷട്ടിൽ പോലത്തെ വെഹിക്കിൾസൊക്കെ, അതിലിരിക്കുമ്പോൾ റോക്കറ്റ് വളരെ ഫാസ്റ്റായിട്ട് മേലേക്ക് നല്ല ആക്സലേഷനും പോകുമ്പോൾ ഒരാൾക്ക് നല്ല വെയിറ്റ് ഉണ്ടാവും. നമ്മൾ ഈ പിന്നെ യുദ്ധവിമാനങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പൊങ്ങൂലേ, ഈ പൊങ്ങണ സമയത്ത് നല്ല വെയിറ്റ് ഉണ്ടാവും അവർക്ക്. ശരിക്കും ഒരു പ്രത്യേക സൂട്ടൊക്കെ ഇട്ടിട്ട് ഒക്കെയാണ് അതിലിരിക്കുക. നമ്മൾ അങ്ങനെ പൊങ്ങണ സമയത്ത്, ഇങ്ങനെ കുതിച്ച് പൊങ്ങണ സമയത്ത് നല്ല ആക്സലേഷൻ ഉണ്ടാവും. നമ്മൾ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിലാണ് ഇരിക്കുന്നത്. mg പ്ലസ് എ ഉണ്ടാവും. അങ്ങനെയൊക്കെ നല്ല വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യും. ശരിക്കും ബ്ലഡ് ഒന്നും മേലേക്ക് കയറാത്ത ഇഷ്യൂ വരും. ഹാർട്ട് പമ്പ് ചെയ്യാൻ പറ്റാത്ത, ഹാർട്ട് പമ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ ബ്ലഡിൻ്റെ വെയിറ്റ് കാരണം തലയിലേക്കൊക്കെ ശരിക്കും ഓക്സിജനൊക്കെ കിട്ടില്ലെങ്കിൽ നമ്മൾ ബോധം കെട്ടുപോകും.
അപ്പോൾ അതിനൊക്കെ പ്രത്യേക സൂട്ടൊക്കെ ഇട്ടിട്ടാണ് അവർ ഇരിക്കുക, ഒരു പ്രത്യേക രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് അവർ ഇരിക്കുക. അപ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഇനി അടുത്തൊരു കേസ് നമ്മൾ പറയാൻ പോകണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെയിറ്റിനെ താഴോട്ട് ആക്സലറേറ്റ് ചെയ്യാണ്. നോക്കട്ടെ, ഞാൻ വരക്കണം നോക്കുക. ഒരാൾ നിൽക്കുന്നു, ലിഫ്റ്റിലാണ് നിൽക്കുന്നത്. സാധാരണഗതിയിൽ ലിഫ്റ്റ് സ്റ്റില്ലാണെങ്കിൽ, റെസ്റ്റിലാണെങ്കിൽ ഇയാളെ വെയിറ്റ് mg ആണ്. ഒരു ഇനേർഷ്യൽ ഫ്രെയിമിൽ അയാളെ വെയിറ്റ് എന്താണ്? mg ആണ്. ഇനി ഈ ലിഫ്റ്റ് താഴോട്ട് ഇങ്ങനെ ഡൗൺവേർഡ് ആക്സലേഷൻ ഉണ്ട്, ഒരേ സ്പീഡിലല്ല വരുന്നത്, സ്പീഡ് കൂടി വരികയാണ് വിചാരിക്കുക, ഡൗൺവേർഡ് ആക്സലേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. എങ്ങനെയാണ് നമ്മൾ ഇവിടെ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കുക? ഇതിനുള്ള ഫോഴ്സസിനെ എങ്ങനെയാണ് വരക്കുക? നമുക്കൊരു ആക്സലേഷൻ താഴോട്ടല്ലേ, അപ്പോൾ എന്താ ചെയ്യുക? ഇത് നേരെ ഓപ്പോസിറ്റ് വരണമെങ്കിൽ ഫ്രെയിം ഓഫ് റെഫറൻസിന് ആക്സലേഷൻ ഉണ്ട്, ഡൗൺവേർഡ് ആണ്. അപ്പോൾ അതിന് നമ്മൾ മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങോട്ടിടണം? മേലേക്കിട്ട് ആഡ് ചെയ്യണ്ടേ? അല്ല, മേലേക്കല്ല ആഡ് ചെയ്യേണ്ടത്, മൈനസ് ചെയ്യാൻ. ഇത് വെക്ടർ ഇങ്ങോട്ടാണ്, ഈ വെക്ടർ നമ്മൾ ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊടുന്ന് വെച്ചു. അപ്പോൾ അതിന് മേലേക്കിട്ട് അപ്ലൈ ചെയ്യണം. ഇപ്പോൾ എത്ര മുകളിലോട്ടിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എത്രയാണ്? പ്ലസ് ചെയ്യണം, അങ്ങോട്ട് വരിക. അപ്പോൾ ഇത് ഇങ്ങോട്ട് വന്നു, ഇത് ഇങ്ങോട്ട് വന്നു, ഓപ്പോസിറ്റ് അല്ലേ? എന്തായാലും ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ ആക്സലേഷൻ എത്രയാണ്? ഡൗൺവേർഡ്. ഇനി അത് മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? മുകളിലോട്ടല്ല എടുക്കേണ്ടത്, നേരെ ഓപ്പോസിറ്റ് അല്ല എടുക്കേണ്ടത്. നെഗറ്റീവ് വെക്ടർ തന്നെ ഓപ്പോസിറ്റ് ആണ് എടുക്കേണ്ടത്. ഇത് ആഡ് ചെയ്തു. ഇനി നോക്കി ഇതിൻ്റെ റിസൾട്ട് ഇപ്പോൾ എന്തായിരിക്കും? R = പറഞ്ഞ് mg - m. എന്തുകൊണ്ടാണ് നമ്മൾ -m എടുത്തത്? രണ്ട് ഓപ്പോസിറ്റ് അല്ലേ? mg - m. ഇവിടെ മാസ് ഇൻറ്റു ചെയ്ത ഫോഴ്സ് ആയി. ആൻസർ എന്താ വരിക? m ഇൻറ്റു പറയും g - a. m ഇൻറ്റു g - a. വെയിറ്റ് കൂടുകയാണോ കുറയാണോ ചെയ്യുക? കുറയാണ് ചെയ്യുക. അപ്പം ഇതേ കേസ് നമ്മളവിടെ അപ്ലൈ ചെയ്യാണ്. താഴോട്ടാണ് -5 എന്നുണ്ടെങ്കിൽ എത്ര വരിക? 50 × 10 - 5 എത്ര വരിക? 50 × 5 അല്ലേ? 250 ന്യൂട്ടൺ ആണ് വരിക. എന്നുവെച്ചാൽ അയാളെ പകുതി വെയിറ്റ് കുറഞ്ഞു, 250 ന്യൂട്ടൺ ആയി. ഓക്കെ, അപ്പം നിങ്ങളുടെ കേസൊക്കെ വേണമെങ്കിൽ തരാം. എപ്പോഴാണ് ഈ റോപ്പ് പൊട്ടുക, ബ്രേക്ക് ചെയ്യുക എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതേപോലെ ചെയ്താൽ മതി. ഓക്കെ, അതും കൂടി നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അതാണ് എക്സാമ്പിളോടെ പറഞ്ഞത്. ഇവിടെ നോക്കിയാൽ ഈ കയറുമൊക്കെ ഉള്ള വെയിറ്റ് എന്ത് ചെയ്യാണ്? കുറയാണ് ചെയ്യുന്നത്, വെയിറ്റ് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മൾ ഈ ആറൊക്കെ ഇടാൻ കാരണം എന്താണ്? ഇയാളെ ഈ ഫ്ലോറിൽ ഇപ്പോൾ വല്ലാതെ കാല് പ്രസ് ആവുണ്ടോ? ഇല്ല. അപ്പോൾ കുറച്ച് റിയാക്ഷൻ ഫോഴ്സ് കിട്ടണുള്ളൂ, അയാൾക്ക് വെയിറ്റ് കുറഞ്ഞേ ഫീൽ ചെയ്യുള്ളൂ. അപ്പാരൻ്റ് വെയിറ്റ് ആണ്, തോന്നുന്ന വെയിറ്റ് ആണ്, മനസ്സിലാണ്ട് കുറഞ്ഞ വെയിറ്റ് അയാൾക്ക് ഫീൽ ചെയ്യുള്ളൂ. ഇനി ഈ കയറങ്ങോട്ട് ബ്രേക്ക് ചെയ്തു, ഫ്രീ ഫോളായി, ലിഫ്റ്റ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g അല്ല, ആ g ഇതിൽ ഇങ്ങോട്ട് വീഴാണ്, g ആക്സലേഷൻ ഇങ്ങോട്ട് വീഴാണ്, പൊട്ടി വീഴാണ്. എന്താണ് ഉണ്ടാവുക? നിങ്ങൾ നോക്കിയേ, g - g വല്ലത്, g - g ആണ് 0 ആയില്ലേ? റിയാക്ഷൻ ഇല്ല, എന്നുവെച്ചാൽ വെയിറ്റ് ഫീൽ ചെയ്യില്ല. നമുക്ക് ഭൂമിയിലേക്ക് താഴോട്ട് പതിക്കുകയാണ് വിചാരിക്കുക. ഓക്കെ, നമ്മളെ കാലിൻ്റെ അടിയിൽ ഒന്നും ഇല്ലല്ലോ, നമുക്ക് തിരിച്ചിങ്ങോട്ട് റിയാക്ഷൻ ഫോഴ്സ് ഒന്നും കിട്ടണില്ല. നോക്കിയാൽ അപ്പാരൻ്റ് വെയിറ്റ് 0 ആണ്, നമുക്ക് വെയിറ്റ്ലെസ്നെസ് ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ ഫ്രീ ആണ്, ഒരു പഞ്ഞിക്കെട്ട് പോലെ നമ്മളിങ്ങനെ വീഴുകയാണ്. ഇപ്പോൾ മേലെ നിന്നൊക്കെ എയറോപ്ലെയിൻ എന്നൊക്കെ ചാടുന്ന ആളുകൾ കണ്ടില്ലേ? പാരച്യൂട്ട് നിവരണീന് മുന്നേ അവർ ഫ്രീ ഫോളിലാണ്. ഫ്രീ ഫോൾ ആണ് സമയത്ത് അവർ പല ഷേപ്പിൽ നിൽക്കും, പല രീതിയിൽ അവർ നിൽക്കും, അവർക്ക് വെയിറ്റ്ലെസ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്, അവർക്ക് വെയിറ്റ് ഇല്ലാത്ത പോലെയാണ്. ഓക്കെ, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് അവർ പാരച്യൂട്ടൊക്കെ നിവർത്തിയിട്ട് താഴോട്ട് വീണത്. ഓക്കെ, സംഭവം മനസ്സിലായി? ഒരു കുപ്പിയിൽ വെള്ളം എടുത്തു, നമ്മൾ അതിൻ്റെ താഴെ ഒരു ഹോൾ ഇട്ടു, നമ്മളതിങ്ങനെ വീണ സമയത്ത് നമ്മളത് ഷൂട്ട് ചെയ്യാണ്, ക്യാമറയിൽ ഷൂട്ട് ചെയ്യാണ്. കുപ്പിയിൽ വെള്ളമൊക്കെ നിറച്ചാണ്, അടിയിൽ ഹോളൊക്കെ ഉണ്ട്, പക്ഷെ വീണ സമയത്ത് ഫ്രീ ഫോൾ ആവുന്ന സമയത്ത് അതിന് വെള്ളം പുറത്തേക്ക് ഒരിക്കലും പോവില്ല. എന്താ കാരണം? ആ വെള്ളത്തിനൊപ്പം എന്തില്ല? വെയിറ്റ് ഇല്ല, അപ്പാരൻ്റ് വെയിറ്റ് 0 ആണ്. ഓക്കെ, താഴെ വീണിന് ശേഷമാണ് വെള്ളം പോവുക. ഇത് വളരെ ഫാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് അറിയായാണ്. ക്യാമറ എടുത്തിട്ട് സ്ലോ മോഷനിൽ നോക്കി കഴിഞ്ഞാൽ വീണ സമയത്ത് എന്ത് പോവില്ല? വെള്ളം പുറത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പാരൻ്റ് വെയിറ്റ് ഇൻ എ ലിഫ്റ്റ്. നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? സംഭവം മനസ്സിലായോ? ഇപ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ എത്ര വരിക? mg + a. താഴോട്ട് വരുമ്പോൾ എത്ര വരിക? mg - a. ഓക്കെ ആണോ? പിന്നെ ഫ്രീ ഫോളിൻ്റെ സമയത്ത് വെയിറ്റ്ലെസ്നെസ് ആയിരിക്കും 0 ആണ്. ഞാനിവിടെ ഒരു കാര്യം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇത് നിങ്ങൾക്ക് പല സ്ഥലത്ത് ചിലപ്പോൾ ആവശ്യം വരും. വെയിറ്റ് ഈ സമയത്തൊക്കെ വെയിറ്റ് ഉണ്ട്, എല്ലാ സമയത്തും വെയിറ്റ് ഉണ്ട്. പക്ഷെ ഈ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പാരൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിയാക്ഷൻ ഫോഴ്സ് ആണ്. കൂടുതൽ റിയാക്ഷൻ ഫോഴ്സ് കിട്ടിയോ കൂടുതൽ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യും. ഇവിടെയൊക്കെ കൂടുതൽ വെയിറ്റ് ഫീൽ ചെയ്യാൻ കാരണം എന്താണ്? ഇവിടെ റിയാക്ഷൻ ഫോഴ്സ് കൂടിയോണ്ടാണ്. ഇവിടെ വെയിറ്റ് കുറയാൻ കാരണം റിയാക്ഷൻ ഫോഴ്സ് കുറവുകൊണ്ട് നമുക്ക് തോന്നുകയാണ്. ഫ്രീ ഫോളിൻ്റെ സമയത്ത് നമുക്ക് റിയാക്ഷൻ ഫോഴ്സേ ഇല്ല. എന്ന് വെച്ചാൽ ഞാൻ ഈ കൈ ഇങ്ങനെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ ഇങ്ങോട്ടുണ്ട് ഫ്രീ ആക്കി ഇടുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക?
ഇത് ഇതിമ അമരണില്ല, ഇത് രണ്ടും ഇങ്ങനെയാണ് പോവാണ്. ഇത് ഇതിമ പ്രസ് ആവണില്ല എൻ്റെ കൈ കുറച്ച് റിയാക്ഷൻ ഫോഴ്സ് ഇതിന് കൊടുക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ ഇതിന് വെയിറ്റ് ഇല്ലാത്ത പോലെ തോന്നും. ഓക്കെ ആണോ? സംഭവം മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്, ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ഡിസ്കസ് ചെയ്തു. എൻ്റെ കൺസെപ്റ്റുകൾ കറക്റ്റ് ഓക്കെ ആവണം കേട്ടോ. റെഡി അല്ലേ? നമ്മളതിൻ്റെ പ്രോബ്ലം ചെയ്തു. ഓക്കെ, നമ്മൾ ആക്സിലറേറ്റിംഗ് കാറ്, എന്താണ് ആക്സിലറേറ്റിംഗ് കാറ്, അതായത് ഒറിസോണ്ടലി ആക്സിലറേറ്റിംഗ് കാറിൽ ഉണ്ടാവുന്ന ഒരു സംഭവം കൂടി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാണ്. നോക്കട്ടോ, ഒരു കാറിനകത്ത് ഇങ്ങനെ പെൻഡുലം, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പെൻഡുലത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണത്, വേറെ ഒന്നുമില്ല. പെൻഡുലം ഉണ്ട്. ഇത് പോണ സമയത്ത് ഇങ്ങനെ ആവും, ഇങ്ങനെ പുറകോട്ടാവും. ഇങ്ങോട്ടാണ് ആക്സിലറേഷൻ എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പുറകോട്ട് ആവും. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗറാണ് നമ്മൾ വരക്കാൻ പോണത്. എത്ര ആംഗിൾ ഇങ്ങനെ ഇത് ചെരിയും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. എത്ര ആംഗിൾ അത് ട്വിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കാം. ഫ്രീ ബോഡി ഡയഗ്രാം വരക്കുക എന്ന് പറഞ്ഞാൽ ഫോഴ്സസ് വരക്കുകയാണ്. ശരിക്കും ശ്രദ്ധിക്കട്ടെ, ഇതിലാണ് ഈ പെൻഡുലം ഉറപ്പിച്ചിട്ടുള്ളത്, ഈ ഒരു ബാറിൽ. ഇത് നോക്കിയാൽ ഇങ്ങോട്ട് ആക്സിലറേറ്റ് ചെയ്യുന്നു. ആക്ച്വലി പെൻഡുലം ഇരിക്കേണ്ടത് ഇങ്ങനെയാണ്, പക്ഷെ പെൻഡുലം ഇപ്പം എങ്ങനെയാണ് നിൽക്കുന്നത്? ഇങ്ങനെയാണ് നിൽക്കുന്നത് പെൻഡുലം. ഓക്കെ, ശരിക്കും ഇങ്ങനെ നിൽക്കേണ്ടടുത്ത് എന്താണ്? നേരെ വെർട്ടിക്കലി ഡൗൺവാർഡ് വരേണ്ടതാണത്. ഇങ്ങനെ നിൽക്കുന്ന സംഭവമാണ്. ഇതാണ് അതിൻ്റെ ശരിക്കുള്ള രൂപം. അത് ആക്ച്വലി ഇങ്ങനെ ആയിട്ടുണ്ട്. അങ്ങോട്ട് ആക്സിലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനുള്ള ഫോഴ്സസ് ഒക്കെ ഒന്ന് വരക്കുക. ഇതിൻ്റെ ഒപ്പം ഒന്ന് കൂടിയാൽ നിങ്ങളൊന്ന് വരച്ച് വെക്കുക. താഴോട്ട് ഏതാ ഫോഴ്സ് വരിക? mg അല്ലേ? ഈ കയറുമ്പ ടെൻഷൻ ഉണ്ടാവും. ടെൻഷനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ടെൻഷൻ മാത്രമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. തൽക്കാലം ശ്രദ്ധിക്കുക, കയറുമ്പോൾ ഉണ്ടാവുന്ന ഈ വലിവ് അല്ലേ, ആ ഒരു പുൾ, അതാണ് ടെൻഷന്. ഇനി ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടാവും. ഇതാരാ? അങ്ങോട്ട് എ ആണെങ്കിൽ ഇങ്ങോട്ട് എം ഇല്ലേ, ഇങ്ങോട്ടൊരു എ ഉണ്ടാവില്ലേ? നെഗറ്റീവ് ഇട്ട് ആഡ് ചെയ്യുക. നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞു നെഗറ്റീവ് ഇട്ട് ആഡ്, അപ്പോൾ എ ഉണ്ടാവും. അപ്പോൾ എം ഇൻറ്റു എ ഇങ്ങോട്ട്. മനസ്സിലായില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു 2Dയിലൊക്കെ വന്ന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഈ ടെൻഷനാണ് ഇപ്പോൾ നമുക്ക്, ഇതിപ്പോൾ ഒറിസോണ്ടലാണ്, ഇത് വെർട്ടിക്കലാണ്. ഈ ടെൻഷൻ ഇങ്ങനെ ചെരിഞ്ഞാൽ നമ്മൾ ഒറിസോണ്ടൽ വെർട്ടിക്കലായിട്ട് സ്പ്ലിറ്റ് ചെയ്തുകൂടെ? ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക. നമ്മൾ നോക്കുക, ഈ ആംഗിൾ തീറ്റ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. എത്ര ആംഗിൾ ചെരിയുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ തീറ്റ ആണെങ്കിൽ ഇതെന്തായിരിക്കും? തീറ്റ. ഇത് ആംഗിൾ തീറ്റ അല്ലേ? നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ സെറ്റ് പോലെ വന്നു കഴിഞ്ഞാൽ ആംഗിൾ ഇത് തീറ്റയാണ്, ഇതും തീറ്റയാണ്. ഇതെന്താ വരിക? ഇത് ടെൻഷനല്ല നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത് ടി കോസ് തീറ്റയാണ്. തീറ്റയുള്ള ഭാഗത്ത് കോസ് തീറ്റ. ഇതെന്താ വരിക? ആക്ച്വലി ഈ ടി ഇവിടുത്തെ ടി ആണ് കേട്ടോ. ഒക്കെ പോയോ? ഇതാണ് ഇവിടുത്തെ ടി. ഇതേതാ വരിക? ടി സൈൻ തീറ്റ. മനസ്സിലായോ? ഞാൻ വരച്ചത് മനസ്സിലായോ? mg ഡൗൺവാർഡ്. ഇത് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ആയതുകൊണ്ട് ഇങ്ങോട്ടുള്ളത് ഇട്ടു, ഓപ്പോസിറ്റ് ആഡ് ചെയ്തു. പിന്നെ ടി കോസ് തീറ്റ. ഇതാണ് ആക്ച്വലി ഇതിനെങ്ങനെ വലിക്കുന്നത്. ടി കോസ് ടെൻഷൻ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എന്തുകൊണ്ട് ടെൻഷനെ സ്പ്ലിറ്റ് ചെയ്തു? നോക്കിയാൽ അതൊരു പ്ലെയിനിലാണ് കിടക്കുന്നത്. അത് നമ്മൾ എക്സും വൈക്കും ആക്കി മാറ്റുക. അതാണ് ഇവിടെ ആക്ച്വലി നമ്മൾ ചെയ്യുന്നത്. ഇത് എക്സ് ആക്സ്, ഇത് വൈ ആക്സ്. ഇപ്പോൾ ഇനി ടെൻഷൻ ഇല്ല, ഇത് ഈ 4 ഫോഴ്സേ ഉള്ളൂ. ഓക്കെ, നമുക്ക് കമ്പയർ ചെയ്യാൻ എളുപ്പമാണ്. ഇനി ഒന്ന് നോക്കി, ഇവിടെ നോക്കിയാൽ ഇതിന് നമുക്ക് എന്താ മനസ്സിലാവുക? mg is equal to, ഒരു മിനിറ്റ്, ma is equal to ടി സൈൻ തീറ്റ അല്ലേ? ഇക്വിലിബ്രിയത്തിലാണ് സമയത്ത്. ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവാതെ നിൽക്കുന്ന സമയത്ത് ഇത് അങ്ങോട്ടും മൂവ് ചെയ്യണില്ല, മേലക്കൊന്നും മൂവ് ചെയ്യണില്ല, ഇങ്ങനെ ഇക്വിലിബ്രിയത്തിൽ നിൽക്കുകയാണ്. വെറുതെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ വന്ന് ഇവിടെ നിൽക്കുകയാണിത്. അങ്ങനെയാണെങ്കിൽ ഇത് ഈക്വൽ ആയിരിക്കും, ഇത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് ഈ ഭാഗത്തേക്ക് കുറച്ച് ഫോഴ്സ് ഉണ്ടെങ്കിൽ ഇത് അങ്ങോട്ട് മൂവ് ചെയ്യായിരുന്നു. ഇങ്ങോട്ട് കുറച്ചധികം ഫോഴ്സ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യും. മുകളിലോട്ട് ഫോഴ്സ് ഉണ്ടെങ്കിൽ അത് മുകളിലേക്ക് മൂവ് ചെയ്യും. താഴത്തേക്കാണ് ഫോഴ്സ് കൂടുതലുണ്ടെങ്കിൽ അത് അങ്ങോട്ട് മൂവ് ചെയ്യും. ഇപ്പം ഇത് എങ്ങോട്ട് മൂവ് ചെയ്യണില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എല്ലാ ഫോഴ്സും ക്യാൻസലായി പോവുകയാണ്. അപ്പോൾ നമുക്ക് ma = ടി സൈൻ തീറ്റ എന്ന് എഴുതാം. mg = ടി കോസ് തീറ്റ അല്ലേ? ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയേ, a/g = ടാൻ തീറ്റ വരും അല്ലേ? ഇപ്പോൾ ഇത് ഈ ഇക്വേഷൻ ഒക്കെ തീറ്റ ഈ എത്ര ഡിഗ്രി ചെരിയാൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഫ്രീ ഫോളിൻ്റെ അതേ ആക്സിലേഷൻ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ജിയിൽ നമ്മൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇതും ജി ആയി. അപ്പോൾ 1 ആയി. ടാൻ തീറ്റ 1 വരെ അപ്പോൾ 45 ഡിഗ്രിയിൽ ആംഗിൾ 45 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഐഡിയ മനസ്സിലാവണ്ട. ഇനി ആക്സിലേഷൻ കുറവാണെങ്കിൽ എന്താ ഉണ്ടാവുക? ഈ തീറ്റയും കുറയും. ആക്സിലേഷൻ കൂടുന്നതനുസരിച്ച് തീറ്റ എന്ത് ചെയ്യും? കൂടും. പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ? നല്ല സ്പീഡിൽ പോകുന്ന ഇങ്ങനെ നിൽക്കും. റെഡിയാണോ? അപ്പോൾ ഇത് ഒരു ഒറിസോണ്ടൽ നോൺ ഇനേർഷ്യൽ ഫ്രെയിമാണ് ഞാൻ പറഞ്ഞത്. ഒറിസോണ്ടലി ആക്സിലേറ്റ്. ലിഫ്റ്റ് നമ്മൾ വെർട്ടിക്കലി അല്ലേ പറഞ്ഞത്, ഇത് ഒറിസോണ്ടലി.
ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സും ഇതും കൂടി നമ്മൾ ചേർത്ത് പഠിക്കണം. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നോൺ ഇനേർഷ്യൽ ഫ്രെയിം പഠിച്ചു. മെയിനായിട്ട് നമ്മൾ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിനാണ് കൂടുതൽ പരിചയപ്പെട്ടത്. മറ്റും നമുക്ക് ഓൾറെഡി അറിയണമല്ലേ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് റെഡി ആയില്ലേ? അപ്പോൾ ഈ പോയിന്റ്സ് ഓക്കെ അല്ലേ?